بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവറുകളുടെ അനുസ്മരണ സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളുടെ പാരത്രിക ജീവിതം പൂർണ്ണ സന്തോഷത്തിൽ ആക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സുഖം അനുഭവിച്ചുകൊണ്ട് ഖബറിൽ ജീവിക്കുവാനും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നേടിയെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അവസരത്തിൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. ബാപ്പു ഉസ്താദിനെ അറിയുന്നവരാണ് നമ്മിൽ അധിക പേരും. മാത്രവുമല്ല, ഇപ്പോൾ 2 ദിവസമായി ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വിവരിക്കപ്പെടുകയും നമ്മുടെ ക്ലാസ് റൂമിലും വിവരിക്കപ്പെടുകയും ഇപ്പോൾ തന്നെ പണ്ഡിതന്മാർ നമ്മോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ വിടവ് നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വിട പറഞ്ഞത്. അതൊരു വസ്തുതയാണ്. ആ വിടവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ നികത്തിത്തരാൻ വേണ്ടി എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി ഹനീഫ എന്ന് പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിൽ സമ്മേളിക്കാവുന്ന ഗുണങ്ങൾ ഒരാളിൽ ഒറ്റക്ക് സമ്മേളിക്കൽ പ്രയാസമായിട്ടുള്ള ഒരുപാട് ആളുകളിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരുപാട് ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് എന്ന് നമുക്കറിയാം. സത്യത്തിൽ വളരെ കാലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ നിയന്ത്രിച്ച് അതിനൊരു പോറലേൽക്കാതെ ഏത് ഘട്ടങ്ങളിലും സമസ്തയുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് അതിനെ സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്നതിന്റെ ഏറ്റവും പ്രധാനമായ അതിന്റെ ശില്പി ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദാണ് എന്ന് അറിയാത്തവർ അല്ല നമ്മൾ ആരും. നമ്മുടെ ഉസ്താദുമാര് പലരും പല കഴിവുകളുള്ളവരാണ്. അവരതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നു. പക്ഷേ ഈ കഴിവുകൾ പലതും ഒത്തൊരുമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ആജ്ഞാപവറും സംഘാടക വൈഭവവും സംഘാടനശേഷി പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ അന്തസ്സുള്ള വ്യക്തിത്വവും അതോടൊപ്പം വളരെ തന്ത്രപരമായി ഹിക്മത്തോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു പ്രാവീണ്യം, പ്രത്യേകമായ ഒരു കഴിവ്, ഇതെല്ലാം സമ്മേളിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെയും അവരുടെ ശിഷ്യന്മാരുമായൊക്കെ സംസാരിച്ചാൽ, അവരുമായി ഇടപഴകിയ ആളുകളൊക്കെ ആയി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിലും ആദർശപരമായ വിഷയത്തിലും ഒക്കെ വളരെ കൃത്യമായ കണിശത പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ടവർ. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും ഒരു ഏറ്റുമുട്ടൽ ഒരു രംഗത്തും ഉണ്ടാകേണ്ടി വന്നിട്ടില്ല ബഹുമാനപ്പെട്ടവർ. അത് അദ്ദേഹത്തിന്റെ വളരെ വലിയൊരു പ്രത്യേകതയായി നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ വിഷയങ്ങളും അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്ത് വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത്
വിഷയത്തെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വലിയൊരു ഗുണമായിരുന്നു. പിന്നീട് നമുക്ക് എടുത്തു പറയാനുള്ള വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. വിദ്യാഭ്യാസ ബോർഡ് നയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. അതോടൊപ്പം തന്നെ ഹജ്ജ് കമ്മിറ്റിയും മറ്റുമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു എന്നതൊക്കെ വലിയ സംഗതികളാണ്. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. എന്നാൽ അതൊക്കെ ചെയ്ത പല പണ്ഡിതന്മാരും നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ അതിന്റെ പ്രയാണത്തിൽ വലിയ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു യാത്രയാവുന്നത് എന്നതാണ്. അതാണ് അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സമസ്തയുടെ പ്രയാണത്തിൽ സമസ്തക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ശരിയായ ആ യശസ്, അതിന്റെ അന്തസ്, അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് അത് സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള മാർഗങ്ങൾ, സ്വതന്ത്രമായി അത് എത്തിക്കാനുള്ള മാർഗങ്ങൾ വളരെ വിരളമായ, ഇല്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ വളരെ വിരളമായ, അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ, അതിന് പല തടസ്സങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. വാസ്തവത്തിൽ ഒരു പരിധി വരെ നമ്മുടെ ശത്രുക്കളൊക്കെ വിജയിച്ചത് അവിടെയാണ്. നമുക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിലാണ് നമ്മുടെ പരാജയം ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ സമസ്തയും ജനങ്ങളും ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ നമ്മുടെ കയ്യിലായിരുന്നിട്ട് പോലും പൊതുജനം നമ്മെ വിലയിരുത്തിയിരുന്നത് ഒരു ന്യൂനപക്ഷം, മുസ്ലിങ്ങളിലെ വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷമായിട്ടായിരുന്നു. അതൊക്കെ മാറി ശത്രുക്കൾക്ക് തല ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ വാർത്തകൾ ശരിയായ വിധത്തിൽ ലോകത്തിന് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് കാണിച്ചു കൊടുക്കുവാനും മറ്റ് പത്രമാധ്യമങ്ങളൊക്കെ നമ്മെ വേണ്ട വിധത്തിൽ പരിഗണിക്കുവാനും തുടങ്ങിയത് ഈ സുപ്രഭാതത്തിലൂടെയാണ്. ഈ സുപ്രഭാതത്തിന്റെ യുഗം തുടങ്ങുന്നത് ബാപ്പുസ്താദിലൂടെയാണ്. പല നമ്മുടെ നേതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പല സുഹൃത്തുക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ഇല്ലായിരുന്നുവെങ്കിൽ, മൂപ്പരുടെ ആ ഒരു ഉറച്ച നിലപാടില്ലായിരുന്നുവെങ്കിൽ സുപ്രഭാതം ഇറങ്ങില്ലായിരുന്നു. മറ്റു ഉസ്താദുമാരൊക്കെ ആ വിഷയത്തിൽ നമ്മ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിമ്മത്തോടുകൂടെ, വലിയ മനക്കരുത്തോടുകൂടെ, അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് ആ ഒരു കുറവ് നികത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ സധീരം ഇറങ്ങുകയും അത് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു പ്രവൃത്തിയുടെയും വിജയം അതിന്റെ നിയ്യത്തിനനുസരിച്ചാണ്. വൈന്നമാലി കുല്ലിംരിഇൻ മാനവ, എല്ലാവർക്കും അവർ എന്താണോ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. ആ ഉദ്ദേശശുദ്ധിയുടെ ഗുണമായിരിക്കാം ആ തുടക്കത്തിൽ തന്നെ മറ്റ് പത്രമാധ്യമങ്ങൾ അതിന്റെ ആളുകൾ പോലും സമ്മതിക്കുമാറ്, അവരെല്ലാം ശരിവെക്കുമാറ് കേരളത്തിലെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു പത്രമായി തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ മാറുകയും അതോടൊപ്പം സമസ്തക്കൊരു പുതുയുഗം അതിലൂടെ പിറവിയെടുക്കുകയും ചെയ്തു. ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു നല്ല പ്രഭാതം തുടങ്ങുകയും അത് തുടരുകയും ചെയ്യുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അതെന്നും നിലനിർത്തി തരുമാറാവട്ടെ. അവിടെയൊക്കെ ആ ഒരു പുതുയുഗത്തിന്റെ ശില്പിയായി, പരിശുദ്ധമായ സമസ്തയുടെ പുതുയുഗത്തിന്റെ ശില്പിയായി ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അറിയപ്പെടും എന്നതാണ് വലിയ ഒരു സംഭവമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റു പല ഗുണങ്ങളും മറ്റു പല വിഷയങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഇതൊരു വലിയ ഒരു ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി, ഒരു ഗതിമാറ്റമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുപ്രഭാതം എന്ന ആ സുകൃതം അദ്ദേഹം ചെയ്തതിന് അർഹമായ പ്രതിഫലം പ്രത്യേകമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അള്ളാഹു ആ സുകൃതം നിലനിർത്തി തരുമാറാവട്ടെ. അത് വലിയൊരു വിഷയമാണ്, അത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ പ്രവർത്തകർക്ക് അതിനുള്ള കഴിവും ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട
ബാപ്പുസ്താദിനെ സംബന്ധിച്ച് ഈ നിലക്കുള്ള, ചുരുക്കി പറഞ്ഞാൽ ഈ നിലക്കുള്ള പലവിധ ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയ നേതൃത്വത്തിന് ആവശ്യമായ ഒരു ഗുണങ്ങളെല്ലാം ഒത്തൊരുമിച്ച ഒരു മഹൽ വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ശക്തനായ ആ കഴിവുകളൊക്കെ ഒത്തൊരുമിച്ച ശക്തനായ നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്